നമസ്കാരം. നമ്മുടെ രാജ്യം ബഹിരാകാശ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ച ചന്ദ്രയാൻ ദൗത്യങ്ങൾ പോലെയുള്ള നാഴികക്കല്ലുകൾ പിന്നിട്ടപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം ഇന്ത്യയെ പരിഹസിക്കുന്ന തരത്തിൽ ചില വാർത്തകൾ പ്രസിദ്ധീകരിച്ച് നമ്മുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ. അത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്യൻ സന്ദർശനത്തിനിടയിൽ അദ്ദേഹത്തെ അവഹേളിക്കുന്ന തരത്തിൽ ചില വാർത്തകളും കാർട്ടൂണുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടതും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? കാരണം ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോലെ ഇന്ത്യയെപ്പോലെ ഒരു രാജ്യം മുൻനിരയിലേക്ക് ഉയർന്നു വരുന്നത് അംഗീകരിക്കാനോ അത് ഉൾക്കൊള്ളാനോ പാശ്ചാത്യ ആധിപത്യമുള്ള ആ ഭരണകൂടങ്ങൾക്കോ അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്കോ തൽക്കാലം സൗകര്യമില്ല. അല്ലെങ്കിൽ വാസ്തവങ്ങൾ, ചില അപ്രിയ സത്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനുള്ള മാനസികാവസ്ഥ അവർക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ കാരണം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റോ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടമോ പിന്തുണയ്ക്കുന്ന CNN പോലെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ പരോക്ഷ പിന്തുണയുള്ള BBC പോലെയോ അല്ലെങ്കിൽ ഖത്തറിൻ്റെ പിന്തുണയുള്ള അൽ ജസീറ പോലെയുള്ള ഒരു വമ്പൻ മാധ്യമ ശൃംഖല ആ രീതിയിലുള്ള നരേറ്റീവുകൾ സൃഷ്ടിക്കുമ്പോൾ അത്തരം വാർത്തകൾ വിശ്വസിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായി സംഭവിച്ചു പോകുന്ന സംഗതിയാണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ അത്തരം നരേറ്റീവുകൾ കാലാകാലങ്ങളായി ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം? അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറയാൻ പര്യാപ്തമായ ഒരു മാധ്യമ സെറ്റപ്പ് നമുക്കുണ്ടായേ തീരും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടൊരു സുപ്രധാന സംഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പാശ്ചാത്യ മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് എതിരെ അല്ലെങ്കിൽ മറ്റ് സാധ്യതകളിലൂടെ കുറച്ച് കാര്യങ്ങൾ, നിലപാടുകൾ പറയാനായിട്ട് റഷ്യൻ സർക്കാരിൻ്റെ കീഴിൽ ഒരു അന്താരാഷ്ട്ര മാധ്യമ ശൃംഖല പ്രവർത്തിക്കുന്നത് ആർക്കൊക്കെ അറിയാം? RT റഷ്യ അല്ലെങ്കിൽ RTTV, റഷ്യ ടുഡേ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. RT എന്നാണ് അത് അറിയപ്പെടുന്നത്. ചില കേബിൾ ശൃംഖലകളിൽ നമുക്കത് കാണാം. ഇപ്പോൾ ഈ RT റഷ്യ നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങി എന്നുള്ളത് എത്ര പേരുടെ അറിവിൽ വന്നിട്ടുണ്ടാകും? 2025 ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയത് ഓർമ്മയുണ്ടല്ലോ. ഈ സമയത്താണ് RT റഷ്യ അല്ലെങ്കിൽ RT ഇന്ത്യ ഇവിടെ പ്രവർത്തനം തുടങ്ങിയത്. ഇന്ത്യയിലെ മുൻനിര കേബിൾ, സാറ്റലൈറ്റ്, DTH നെറ്റ്വർക്കുകൾ വഴിയും പിന്നെ നിലവിലുള്ള പ്രസാർ ഭാരതി വഴിയുള്ള സംഗതികൾ വഴി, ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴിയുമൊക്കെ തന്നെ RT ഇന്ത്യ ഇപ്പോൾ ലഭ്യമാണ്. ഡൽഹിക്ക് സമീപമുള്ള നോയിഡ ഫിലിം സിറ്റിയിലാണ് ഇതിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലാണ് സംപ്രേഷണമുള്ളത്. ഭാവിയിൽ ഹിന്ദി വെബ്സൈറ്റും മറ്റു പ്രാദേശിക സേവനങ്ങളും ആരംഭിക്കാനും ഇവർ പദ്ധതി ഇടുന്നുണ്ട്. ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ്റെ സന്ദർശന സമയത്ത് നമ്മുടെ പ്രസാർ ഭാരതിയുമായിട്ട് നിർണായക ഒരു കരാർ ഏർപ്പെട്ടു. ആ കരാറിൽ നിലവിൽ പ്രസാർ ഭാരതി അല്ലെങ്കിൽ ദൂരദർശൻ ശേഖരിക്കുന്ന വാർത്താ ദൃശ്യങ്ങൾ RT ഇന്ത്യയുമായിട്ട് പങ്കുവയ്ക്കാൻ അവർ ധാരണയായിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യയിലെ വാർത്താ ഏജൻസിയായ PTIയുമായിട്ടും ഈ RT ഇന്ത്യ ധാരണയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള വാർത്താ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പ്രതിദിനം 4 പ്രധാന വാർത്താ ബുള്ളറ്റിനുകളും ഡോക്യുമെൻ്ററികളും ചർച്ചകളും ചാനൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നമ്മുടെ മുൻ ഒരു വനിതാ ഒരു മാധ്യമ പ്രവർത്തകയുണ്ട്, അവരുടെ പേര് രുൺജുൻ ശർമ്മ എന്നാണ്. ഇതേ RT TVയുടെ മോസ്കോയിൽ നിന്ന് ഉണ്ടായിരുന്ന പ്രക്ഷേപണത്തിൽ ദക്ഷിണേന്ത്യയിലെ പ്രധാന മാധ്യമപ്രവർത്തകയായിട്ട് പ്രവർത്തന പരിചയമുള്ളതാണ് ഈ വനിത. അവർക്കാണ് ഇപ്പോൾ ഈ ചാനലിൻ്റെ ന്യൂസ് ഹെഡിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദ്, അതേപോലെ പ്രമുഖ വ്യക്തികളായ അനുപം ഖേർ, ശശി തരൂർ അടങ്ങിയ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ ഈ ചാനലിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ചാനലിൻ്റെ പ്രധാന പ്രത്യേകത, ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുമ്പുറത്ത് കാണുന്ന പോലുള്ള അന്തിച്ചർച്ചകളോ ഈ പരിപാടിയിൽ ഒന്നും ഈ RT ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. പകരം ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ, ദക്ഷിണേന്ത്യൻ ജിയോ പൊളിറ്റിക്സ്, അതേപോലുള്ള വിഷയങ്ങളിലാണ് പ്രാധാന്യം നൽകുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം എന്നുള്ളത് പറഞ്ഞു വെക്കാം. പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഒരു വശത്ത് നിന്നുള്ള വാർത്തകൾക്ക് പകരമായി ഒരു ബദൽ കാഴ്ചപ്പാട് നൽകുക എന്നതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. ഇവരുടെ ടാഗ് ലൈൻ തന്നെ അങ്ങനെയാണ്, നോട്ട് ആൻറ്റി വെസ്റ്റേൺ, ജസ്റ്റ് നോട്ട് വെസ്റ്റേൺ. അതായത് പാശ്ചാത്യ വിരുദ്ധമല്ല, എന്നാൽ പാശ്ചാത്യവുമല്ല എന്നാണ് ഇവരുടെ ടാഗ് ലൈൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല 100-ലധികം രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ RT എന്ന ചാനൽ ലഭ്യമാണ്. പല ഭാഷകളിലുമുണ്ട്. ഇംഗ്ലീഷിലുണ്ട്, അറബിക്കിലുണ്ട്, സ്പാനിഷിലുമുണ്ട്.
പ്രാദേശിക ഭാഷകളിലും ഈ RT എന്ന ചാനലിൽ ചില രാജ്യങ്ങളിൽ ലഭ്യമാണ്. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഇവരൊരു കാൽവെപ്പ് നടത്തിയത് എന്ന് പറഞ്ഞാൽ, ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് RT ചാനലിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിലക്കുണ്ട്, അമേരിക്കയിലും ഈ ചാനലിന് വിലക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നിരവധിയായ വാർത്താ മാധ്യമങ്ങൾ ഉള്ള ഒരു വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ പുതിയ പ്രേക്ഷകരെ തേടുക, അതോടൊപ്പം അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രകാരം അല്ലെങ്കിൽ അവരുടെ വിപണിയിലെ നിലനിൽപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ അവർ കാൽവെപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം നിലവിൽ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള പരസ്പര സഹകരണം അത് മുൻപത്തേക്കാൾ വളരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും അമേരിക്കൻ ഭീഷണികളൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധം സുദൃഢമാകുന്നു, വ്യാപാരം സുദൃഢമാകുന്നു. ഈ ഘട്ടത്തിൽ രണ്ട് രാജ്യത്തിനും പറയാനുള്ളത് ഒരേ കാഴ്ചപ്പാടാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് റഷ്യയുടെ ഔദ്യോഗിക മാധ്യമം ഇന്ത്യയിൽ കാൽവെപ്പ് നടത്തിയത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ ഔദ്യോഗിക മാധ്യമം എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ദൂരദർശൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെയാണ് റഷ്യയിൽ RT TV. അവരുടെ വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ ഫണ്ടിങ്ങിൽ 2005 മുതലാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത്. ഇതിനു വേണ്ടിയിട്ട് അവരുടെ ബജറ്റ് വിഹിതം പോലും RT ചാനലിന് വേണ്ടി ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ നിലവിൽ ഉള്ള നരേറ്റീവുകളെ പൊളിച്ചെടുക്കുക. ഈ വിദേശ മാധ്യമങ്ങൾ ഒരു കാലത്തും അവരുടെ ഒരു നിലപാടിനപ്പുറമുള്ള ഇടപെടൽ നടത്താറില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു നരേറ്റീവ് അനുസരിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളെ സമീപിക്കുക. അതിപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിലായാലും ശരി, നമ്മുടെ രാജ്യം കൈവരിച്ച ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളാണെങ്കിലും ശരി, അത് പൂർണ്ണ തോതിൽ അതങ്ങ് അംഗീകരിച്ച് തരാൻ എന്തുകൊണ്ടോ പാശ്ചാത്യ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അതിന് ഘടകവിരുദ്ധമായ ചില നരേറ്റീവുകളാണ് അവർ മറ്റ് രാജ്യങ്ങളിൽ എത്തിക്കുന്നത്, അത് പ്രസൻറ്റ് ചെയ്യുന്നത് ആ രീതിയിലാണ്. അപ്പോൾ നമ്മുടേതായ ഒരു അതിലൊരു വെർഷൻ, നമ്മുടെ ഒരു വശം നമുക്കും പറയാനുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയാനായിട്ടുള്ള ഒരു വേദിയായിട്ട് ഈ RT റഷ്യൻ TVയുടെ ഇന്ത്യയിലെ സംരംഭം മാറും എന്നുള്ളത് നിസ്സംശയം പറയാം. RTയുടെ അല്ലെങ്കിൽ റഷ്യൻ TVയുടെ മുൻകാല പ്രവർത്തന പരിചയം അല്ലെങ്കിൽ പ്രവർത്തന ചരിത്രവും അതുതന്നെയാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതി കാണിക്കുന്ന, വരച്ച് കാണിക്കുന്ന ചിത്രങ്ങൾക്കും അപ്പുറം മറ്റ് ചില യാഥാർത്ഥ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിനൊരു വിമർശനവും ഉണ്ട് കേട്ടോ, അതും കൂടി പറയാം. റഷ്യൻ സർക്കാരിൻ്റെ വ്ളാഡിമിർ പുടിൻ അവിടെ പതിറ്റാണ്ടുകളായി അധികാരത്തിലിരിക്കുന്നു. ആ ഒരു സർക്കാരിൻ്റെ പ്രൊപ്പഗൻഡ മിഷനറിയാണ് ഈ RT എന്ന ചാനൽ എന്ന വിമർശനവുമുണ്ട്. പക്ഷേ അതിനപ്പുറം നമ്മൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണത്തിൻ്റെ അല്ലെങ്കിൽ നിലപാടുകളുടെ ഐക്യത്തിൻ്റെ കാര്യത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി നിലവിൽ പുതിയ സാഹചര്യത്തിൽ നമുക്ക് അത്യാവശ്യം തന്നെയാണ്.